ഞാൻ ഈ വിഷയത്തെ കാണുന്നത് സമാധാനം അത്രയകലെയല്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ നയതന്ത്ര നീക്കവും ഇന്ത്യയുടെ മിലിറ്ററി നീക്കവും ഒരർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഞാൻ രണ്ട് കാര്യം പറയാം. പാകിസ്ഥാൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു സിംല കരാറിൻ്റെ റദ്ദാക്കൽ. എന്താ യഥാർത്ഥത്തിൽ സിംല കരാർ റദ്ദാക്കിയപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണാവുന്നത്? ഇത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് വളരെ ഇമ്മീഡിയറ്റ്. കാര്യം ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ റദ്ദാക്കുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാൻ എന്തെങ്കിലും ഒന്ന് റദ്ദാക്കണമല്ലോ. പാകിസ്ഥാൻ ഇമ്മീഡിയറ്റ്ലി 1972 സിംല കരാർ അങ്ങ് റദ്ദാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഈ ഒറ്റ കാര്യം പറയാം. ഈ സിംല കരാർ റദ്ദാക്കിയ തീരുമാനം പാകിസ്ഥാനുള്ളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. പാകിസ്ഥാനിനുള്ളിലെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ കൺസേൺസിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് ഇത് ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കാണ്. എങ്ങനെയാണ് സിംല കരാർ ഗുണം ചെയ്യാൻ പോകുന്നത്? ഒന്ന്, സിംല കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് എന്താ? റെസ്പെക്ട് ദി ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ്. നിങ്ങൾ 1971 ഡിസംബർ മാസത്തിൽ എങ്ങനെയാണോ ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ സേനയും ഇന്ത്യൻ സേനയും നിലയുറപ്പിച്ചത്, ആ ഘട്ടത്തിലുള്ള അതേ പോസ്റ്റർ നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ സിംല കരാർ ഇപ്പോൾ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ LOCക്കുള്ളിൽ നിൽക്കില്ല എന്നുള്ള സ്വയം അംഗീകാരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മിലിറ്ററി ആക്ഷനുള്ള ഒരു സാധൂകരണമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലൈൻ ഓഫ് കൺട്രോൾ ഞങ്ങൾ കീപ്പ് ചെയ്യില്ല എന്ന പൊളിറ്റിക്കൽ മെസ്സേജാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ നിമിഷം വരെയും പാകിസ്ഥാൻ അനുകൂലമായിട്ടൊരു ഒറ്റ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയും അതിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ റദ്ദാക്കുമ്പോൾ ഞാൻ ആദ്യം ഭയന്നിരുന്നത് ചൈനയുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടാകുന്ന. ചൈനയുടെ ഭാഗത്തു നിന്ന് എങ്ങനെ റെസ്പോൺസ് ഉണ്ടാകുന്നത്? ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ബ്രഹ്മപുത്രയുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് 30% കുടിവെള്ളവും അതേപോലെ 44% ഇന്ത്യയുടെ പവർ ഇറിഗേഷന് വേണ്ടുന്ന ജലം ബ്രഹ്മപുത്രയിൽ നിന്ന് ചൈന കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ടല്ലോ. ചൈനയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള മിലിറ്ററി സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിനോടൊപ്പം വലിയ ട്രേഡ് റിലേഷനും ഉണ്ടല്ലോ. ബലൂചിസ്ഥാൻ അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന നടത്തുന്നുണ്ടല്ലോ. ചൈനയ്ക്ക് വേണമെങ്കിൽ ഇതൊരു വലിയ മനുഷ്യാവകാശ വിഷയമായിട്ട് ഉയർത്തിക്കാട്ടി വേണമെങ്കിൽ ബ്രഹ്മപുത്രയുടെ പേര് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താമായിരുന്നു. ഈ നിമിഷം വരെയും ചൈന അടങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? ഡെസ്പറേറ്റായിട്ട് യൂണിലാറ്ററലായിട്ട് നിങ്ങൾ അതിർത്തി ലംഘിക്കും എന്ന് പറയുകയാണ്. അതിർത്തി ലംഘിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ മീനിങ്. സിംല കരാർ ഞങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അതിർത്തി നിയന്ത്രണ രേഖയിൽ ഒതുങ്ങില്ല എന്നുള്ളതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയുന്നത്. അത് തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് യുദ്ധവിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് 1972 എങ്ങനെയായി സിംല കരാർ വരുന്നത് നമുക്കറിയാലോ. ബംഗ്ലാദേശ് പിളർന്ന് പാകിസ്ഥാൻ പരാജയപ്പെടുന്ന സമയത്ത് ഇന്ത്യയുടെ ടേംസ് അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ സിംല കരാർ സൈൻ ചെയ്യുന്നത്. അത് പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തൊരു ഓഫറായിരുന്നു. ഇനി അങ്ങോട്ട് വേണ്ട, ഇതിവിടെ അവസാനിപ്പിക്കൂ. ഈ സിംല കരാർ എഗ്രിമെൻ്റ് എങ്ങനെയുണ്ടോ അതേപോലെ സുൽഫിക്കർ അലി ഭൂട്ടോ നിർബന്ധിതയാവുകയായിരുന്നു ഈ പറയുന്ന സിംല കരാറിൽ ഒപ്പിടാൻ വേണ്ടി. അതുകൊണ്ട് സിംല കരാർ റദ്ദാക്കുന്നത് കൊണ്ട് ഇന്ത്യക്കൊരു ഗുണവും ഇല്ല എന്ന് മാത്രം, പാകിസ്ഥാനൊരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല, ഇത് അഡ്വാൻറ്റേജ് ടു ഇന്ത്യയാണ്. ഞാൻ കാരണം പറയാം. നമ്മൾ 1984 പാകിസ്ഥാനിൽ നിന്ന് സിയാച്ചിൽ ഗ്ലേഷ്യർ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു നീക്കമുണ്ടായി. അന്ന് ഓപ്പറേഷൻ മേഘദൂത് വഴി ഇന്ത്യ ആ നീക്കത്തെ പരാജയപ്പെടുത്തിയിട്ട് സിയാച്ചിൻ ഗ്ലേഷ്യർ ഇന്ന് ഇന്ത്യ പിടിച്ചെടുത്തു. നോക്കൂ, ഇത് ഒരു മിലിറ്ററി പ്രൊവോക്കേഷനാണ്. ഇത് യഥാർത്ഥത്തിൽ സൈനികരെ യഥാർത്ഥത്തിൽ ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വരാൻ പ്രേരിപ്പിക്കുന്ന, അവരുടെ അതിർത്തിയിൽ ജാഗ്രതയോടുകൂടി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഈ സിംല കരാറിൻ്റെ എഗ്രിമെൻറ്റ്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സിംല കരാർ പാകിസ്ഥാൻ പിന്മാറുന്നത് കൊണ്ട് ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാൻ അടിക്കുമെന്നല്ല. പക്ഷേ നോക്കൂ, എത്ര ഡെസ്പറേറ്റായിട്ട്, എത്ര ഫൂളിഷായ, എത്ര വിഡ്ഢിത്തം നിറഞ്ഞൊരു തീരുമാനമാണ് പാകിസ്ഥാൻ എടുത്തത്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ സ്ട്രോങ് അല്ല എന്നാണ്. പാകിസ്ഥാൻ ഈസ് ടു വീക്ക് എന്നുള്ളതാണ് പാകിസ്ഥാൻ എടുത്ത ഈ തീരുമാനം തന്നെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യമുണ്ട്. സിംല കരാർ എഗ്രിമെൻ്റ് റദ്ദാക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ബൈലാറ്ററൽ ടോക്സിലൂടെ മാത്രം പരിഹരിക്കണമെന്നായിരുന്നു. അതായത് മറ്റേതെങ്കിലും ഒരു ഫോറത്തിൽ പോയി ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയം, അത് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ മറ്റേതെങ്കിലും വിഷയം നേരിട്ട് സംസാരിക്കാതെ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് സംസാരിക്കണം. മറ്റൊരു രാജ്യത്തെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യരുതെന്നുള്ളതായിരുന്നു. സിംല കരാറിൽ നിന്നിപ്പോൾ പിന്മാറി. ഇന്ന് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ, പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ, നമുക്കൊന്ന് കണക്കെടുത്ത് നോക്കാം. കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ പോലും ഈ നിമിഷവും ഏതെങ്കിലും തരത്തിൽ ചൈനയ്ക്ക് സ്ട്രാറ്റജിക് മിലിറ്ററി അലയൻസ് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന രാജ്യങ്ങൾ, കാശ്മീർ വിഷയത്തിൽ ഒപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റുന്ന രാജ്യങ്ങളൊന്ന് അസർബൈജാനാണ്, മറ്റൊന്ന് ടർക്കിയാണ്, മറ്റൊന്ന് അങ്ങ് പറഞ്ഞതുപോലെ ചൈനയാണ്. പക്ഷേ ചൈനയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താ ചൈനയുടെ പരിമിതി?
ബലൂചിസ്ഥാനിൽ ചൈനയ്ക്കെതിരെയുള്ള അറ്റാക്ക് നടക്കുകയാണ്. പലയിടങ്ങളിലും ചൈനീസ് പേഴ്സൺസിനെ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് ഗവൺമെൻറ് നിർബന്ധിതമായി ഒരു തരത്തിലുള്ള ടെററിസത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ചൈന പറയാൻ നിർബന്ധിതമായി. ശരിയാണ്, ചൈനയ്ക്ക് ലാർജർ എക്കണോമിക് ഇൻട്രസ്റ്റ് അവിടെയുണ്ട്, സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൻ്റെ വിഷയമുണ്ട്, കാര്യം അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ജിയോ പൊളിറ്റിക്കൽ കൺസേൺ അവിടെയുണ്ട്. പക്ഷേ നോക്കൂ, ഇന്ത്യ ഇന്ന് ഈ വിഷയം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പ്രസൻറ്റ് ചെയ്താൽ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ വരുന്നത് ആരൊക്കെയാണ്? നമ്പർ 1 റഷ്യ, നമ്പർ 2 US, നമ്പർ 3 യൂറോപ്യൻ യൂണിയൻ. ഈ രാജ്യങ്ങൾ എല്ലാം പോട്ടെ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്താണ് 2020 ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാഞ്ഞത്? പാകിസ്ഥാൻ ഈ വിഷയം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ പ്രസൻറ്റ് ചെയ്തതാണ്. എന്തായിരുന്നു പാകിസ്ഥാൻ്റെ വിഷയം? കാശ്മീർ എന്നുള്ളതിനെ അഥവാ പാകിസ്ഥാൻ എന്നുള്ളതിനെ ഒരു രണ്ടാമത്തെ പുണ്യ ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ്റെ നിലപാട്. ഇപ്പോഴും ആ നിലപാടാണ് പാകിസ്ഥാന്. പക്ഷേ ഒരൊറ്റ രാജ്യം അതിനെ പിന്തുണച്ചിട്ടില്ല. അവർ പറയുന്നത് എന്താണെന്നറിയോ? മദീന എങ്ങനെയാണോ കലിമ ചൊല്ലി ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടത്, അതുപോലെയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാൻ ഒപ്പം നിൽക്കണമെന്ന്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ ഒരൊറ്റ രാജ്യം പാകിസ്ഥാൻ്റെ ഈ ക്രോസ് ബോർഡർ ടെററിസത്തെ പിന്തുണച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, നോക്കൂ, ഈ ആക്രമണം തെരഞ്ഞെടുത്ത ദിവസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സൗദി അറേബ്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി 2 പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ട്രേഡുമായി ബന്ധപ്പെട്ട കരാറുകൾ ഒപ്പിടുന്ന നേരമാണ് പാകിസ്ഥാൻ ആക്രമിച്ചത് തന്നെ. സൗദിയുടെ പിന്തുണയില്ല, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ പിന്തുണയില്ല. ഇനി മാത്രവുമല്ല, നോക്കൂ, ഇന്ത്യ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന മറ്റൊരു കരാറുണ്ടല്ലോ, ഈ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ. ഇത് വലിയ എക്കണോമിക് ഇൻട്രസ്റ്റ് ആണെന്ന്. ഏതെങ്കിലും തരത്തിൽ UAE, ഈ കുവൈറ്റ്, ഖത്തർ, ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളും അപ്പുറത്ത്, ഇന്ത്യയുമായുള്ള എക്കണോമിക് റിലേഷൻസിനും അപ്പുറത്തേക്ക് ഈ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോറിനും അപ്പുറത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് സിംല കരാറിൽ നിന്നുള്ള ഏകപക്ഷീയമായ പിന്മാറ്റം ചൈനയ്ക്ക് തിരിച്ചടിയാണ് എന്നുള്ളതാണ് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അത് സ്ട്രാറ്റജിക്കലി അഡ്വാൻറ്റേജ് ടു ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന് തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ട്രാറ്റജിക്കലി അഡ്വാൻറ്റേജ് ടു ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് പാകിസ്ഥാന് തീരുമാനമെടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് സമാധാനം അത്ര അകലെയല്ല എന്ന് പറയാനുള്ള കാരണം? ഒന്ന്, ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം അടുത്തൊന്നും തന്നെ പാകിസ്ഥാനെ ബാധിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാനിൽ അതൊരു വലിയ ഇൻറ്റേർണൽ ഇഷ്യൂ ആയ ഒരു കലാപമായി വരാനുള്ള സാധ്യതയും ഇപ്പോഴില്ല. കാരണം എന്താ? ഇന്ത്യക്ക് ഈ സിന്ധു നദിയുടെയോ അതല്ലെങ്കിൽ ജലം നദിയുടെയോ ചീനാബ് നദിയുടെയോ വെള്ളം ഏതെങ്കിലും അണ കെട്ടി തടഞ്ഞു നിർത്താൻ ആവശ്യമായ ഒരു സംവിധാനം ഇന്ന് ഇന്ത്യയിലില്ല. ആകെയുള്ളത് കിഷൻഗഞ്ച് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് മാത്രമാണ്. പിന്നെ മറ്റൊന്ന് ബിയാസിലും രവിയിലുമാണെന്ന് തോന്നുന്നു. 2 പ്രൊജക്റ്റുകൾ കൂടി വരുന്നുണ്ട്. 11-12 വർഷമെടുക്കും അവിടെ ഈ നദി ഒന്ന് കുറുകെ വെള്ളം കെട്ടി നിർത്തുന്ന ഒരു ഡാം ഒന്ന് പണിതു വരാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഒന്ന് വലിയ ചിലവുള്ളതാണ്, 2 അങ്ങനെ ഒരു ഡാം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ സിന്ധു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ ഒരു കണിക പോലും പാകിസ്ഥാന് കുറയാൻ പോകുന്നില്ല. ബട്ട് ഞാനതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രതീകാത്മകമായ നീക്കം എന്ന നിലയിലാണ്. ഇതാ, ഞങ്ങൾ 3 യുദ്ധങ്ങളിലും 65-ലും 71-ലും 99-ലും ചെയ്യാത്തത് ഇപ്പോൾ ചെയ്യാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലുള്ളത്. അതല്ലാതെ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അത് ചൈനയിൽ വലിയ ചർച്ച, ആ നീക്കം അന്തർദേശീയ തലത്തിൽ ചർച്ചയ്ക്ക് വിധേയമായി, പാകിസ്ഥാനിൽ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ ഉള്ളാലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ വെള്ളമൊഴുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ രക്തമൊഴുക്കും എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയുടെ ശബ്ദം ഒന്നുകൂടി ടോൺ ഡൗൺ ആണ്. നേരത്തെ പറഞ്ഞ അസിഫ് ഖാജ അറിയാതെ സ്കൈ ന്യൂസിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു പോയ കാര്യം എന്താ? ഞങ്ങൾ അമേരിക്കയും ബ്രിട്ടനും വേണ്ടിയിട്ട് ഈ വൃത്തികെട്ട പണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഇത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ, ലോക രാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി നിൽക്കുകയല്ലേ. അപ്പോൾ നയതന്ത്രപരമായി പരാജയപ്പെട്ട പാകിസ്ഥാൻ, രാഷ്ട്രീയമായി പരാജയപ്പെട്ട പാകിസ്ഥാൻ, അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മിലിറ്ററി നീക്കത്തിന് ഇങ്ങനെയൊക്കെ പറയുമെന്നതിനപ്പുറത്തേക്ക് തയ്യാറാവില്ല. അങ്ങനെയാണെങ്കിൽ ബലാക്കോട്ടെ ആക്രമണം നടന്നിട്ട് പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തോ? രജൌരിയിൽ എന്താ ആക്രമണം നടത്തിയിട്ട് എന്തെങ്കിലും ചെയ്തോ? നമ്മുടെ അഭിനന്ദ വർദ്ധമാനെ തിരിച്ചെതിരെയല്ലേ ചെയ്തത്? കാരണം പാകിസ്ഥാൻ ഭയക്കുന്നത് ഇന്ത്യയുടെ മിലിറ്ററി മൈറ്റ് മാത്രമല്ല, ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയെ കൂടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ 65-ലും 71-ലും ഒരുപക്ഷെ 99-ലും ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ചൈനയ്ക്കുള്ള ഒരു കരുത്തും ഇപ്പോൾ ഇല്ല എന്നത് ചൈന വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു വലിയ ഒരു അതിർത്തി സംഘർഷമായി ഞാനിതിനെ മനസ്സിലാക്കുന്നില്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം വന്നിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ പാകിസ്ഥാനിലെ ബിസിനസ് കമ്മ്യൂണിറ്റി വിമർശിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ട്രേഡും
അവർ അവസാനിപ്പിച്ചിരിക്കുക. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയുമായിട്ട് തൊട്ടടുത്തുള്ള അയൽരാജ്യവുമായിട്ടുള്ള എല്ലാ ട്രേഡും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇനി എന്ത് പാകിസ്ഥാൻ ഉടുക്കും, എന്ത് പാകിസ്ഥാൻ ഉണ്ണും എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? പാകിസ്ഥാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി വളരെ ഫ്രജൈലായ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആഭ്യന്തര തീവ്രവാദികളുടെ ആക്രമണത്തെ പോലും ചെറുക്കാൻ കഴിയാത്ത ജഫാർ എന്ന് പറയുന്ന ആ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയിട്ട് എത്ര നേരമാണ് കാത്തിരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആഭ്യന്തര തീവ്രവാദം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ടെൻഷൻ അധിക നേരം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സമാധാനം അത്ര അകലെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാത്രമല്ല, ആഭ്യന്തരമായി ഇന്ത്യയെ ശിഥിലമാക്കാൻ നടത്തിയ ശ്രമം ഇന്ത്യയിലെ ജനം, ഇന്ത്യയിലെ സമൂഹം, ഇന്ത്യയിലെ രാജ്യസ്നേഹികളായിരിക്കുന്ന ഇന്ത്യയിലെ പൊതുസമൂഹം, ഇന്ത്യക്കാരായ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആ ശബ്ദമാണ് നമ്മൾ ആരിലൂടെ കേട്ടത്? ആ ശബ്ദമാണ് നമ്മൾ ആരിതിയിലൂടെ കേട്ടത്. ആ ശബ്ദമാണ് നമ്മൾ ആരിലൂടെ കേട്ടത്? ആദിൽ ഹുസൈൻ ഷായിലൂടെ കേട്ടത്. ആ ശ്രമവും പാകിസ്ഥാൻ്റേത് പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിന് ഇനി പിന്മാറാതെ തരമില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ മിലിറ്ററി മൈറ്റുമായിട്ട് മുന്നോട്ട് പോകും, നയതന്ത്ര ശക്തിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അതിർത്തിയിൽ സമാധാനം അത്ര അകലെയല്ല എന്നതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. Meet the editors.